ഞാൻ ചെയ്ത് കാണിക്കുന്നത് ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് നല്ലൊരു കറിയുടെ റെസിപ്പിയാണ്. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കൂട്ടാൻ പറ്റിയ നല്ലൊരു കറിയാണ്. എൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ ഓർക്കണേ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി ഓർക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എങ്ങനെയാണ് ഈ കറി ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് കാണാം. 3 ഉരുളക്കിഴങ്ങാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ഇങ്ങനെ ചെറിയ ചതുര കഷ്ണങ്ങളായി മുറിച്ചെടുത്തിട്ടുണ്ട്. ഈ ഉരുളക്കിഴങ്ങ് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതുപോലെ ഒരു സവോള ഈ രീതിയിലൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ എരിവ് കുറഞ്ഞ 2 പച്ചമുളക് ഇതുപോലെയൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു 5-6 വെളുത്തുള്ളി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞത് ഉണ്ട്, അത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒപ്പം 1 ടീസ്പൂൺ നിറയെ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതാണ്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇതുപോലെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൈകൊണ്ട് തന്നെ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അങ്ങനെ നന്നായിട്ട് ഇത് ഇളക്കി യോജിപ്പിച്ച് ഒരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഇതുപോലെ ഒരു പാൻ വെച്ച് കൊടുക്കാം. പാൻ നല്ലതുപോലെ ചൂടായിട്ട് വരുമ്പം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായിട്ട് വരുമ്പം അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകും 1 കതിർപ്പ് കറിവേപ്പിൻ്റെ ഇല കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങിൻ്റെ കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് മൂടി വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്ത് വരും. നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കണ്ട, അതിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. ഇടയ്ക്കിടയ്ക്ക് നമ്മളിതുപോലെ തുറന്നിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. അങ്ങനെ ഒരു 10 മിനിറ്റ് കൊണ്ട് ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരും. ഇത് നമുക്ക് മൂടി വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഫ്ലെയിം ഒരിക്കലും കൂട്ടി വെക്കരുത്, ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ ഇത് വെന്ത് വന്നിട്ടുണ്ട്, ഇതിലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂണോളം ഗരം മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവായതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗരം മസാലയൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച പൊടി ചേർക്കുകയാണ് നല്ലത്. ഗരം മസാലയും കൂടെ ചേർത്തിട്ട് വീണ്ടും നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് ഒരു 5 മിനിറ്റ് വീണ്ടും മൂടി വെച്ച് ചെറിയ തീയിലൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഇപ്പോൾ അതിലെ വെള്ളമെല്ലാം വറ്റി നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ സമയം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് പച്ചവെളിച്ചെണ്ണയാണ്. 1 ടീസ്പൂണോളം ചേർത്താൽ മതി. ഇതുപോലെ 1 ടീസ്പൂൺ പച്ചവെളിച്ചെണ്ണ നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടി ഒഴിച്ച് കൊടുത്ത് ഫ്ലെയിം ഓഫാക്കാം. എന്നിട്ട് നമുക്ക് അങ്ങനെ മൂടി വയ്ക്കാം. നല്ല ടേസ്റ്റുള്ള കറിയാണിത്. ചൂട് ചോറിൻ്റെ കൂടെ കൂട്ടാൻ നല്ല അടിപൊളിയാണ് ഈ ഉപ്പേരി. ഇതിൻ്റെ കൂടെ നമുക്ക് ഇച്ചിരി തൈരോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോറിന് വേറെ കറിയൊന്നും വേണ്ട. അപ്പോൾ നിങ്ങൾ ഈ രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കുക, തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പം ഇനി മറ്റൊരു നല്ല വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. താങ്ക്